2020 വേൾഡ് കപ്പിൻ്റെ ഈ സീസണിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണിന്ന്. കാണികൾക്ക് മാത്രമല്ല, പ്രത്യേകിച്ച് ICCക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. കാരണം ICC ഈ ടൂർണമെൻറ്റ് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്തത് ഇന്ത്യ എന്ന ഒരൊറ്റ ടീമിനെ ബേസ് ചെയ്തിട്ടാണ്. ഫൈനൽ വരെ ഇന്ത്യ ഉറപ്പായിട്ടുണ്ടാവും എന്നുള്ളൊരു രീതിയിലാണ് അവർ മാർക്കറ്റ് ചെയ്തിരുന്നത്. ഇന്ത്യ ഫൈനലിൽ എത്തിയിട്ടില്ല എങ്കിൽ, സെമിയിൽ എത്തിയിട്ടില്ല എങ്കിൽ ഭീമമായിട്ടുള്ള ഒരു നഷ്ടം തന്നെ ICCക്ക് വരും. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ സെമിയിലേക്ക് കയറുമോ ഇല്ലയോ എന്നുള്ളത് ഏറെക്കുറെ ഒരു ഐഡിയ കിട്ടുന്ന ദിവസമാണിന്ന്. ഇന്ത്യയുടെ കളി രാത്രി 9:30-ക്കാണ് സിംബാബ്വേയായിട്ട്. ഇന്ത്യൻ ടൈം ആകുമ്പോൾ 7 മണിക്കാണ് സിംബാബ്വേയായിട്ടുള്ള കളി വരുന്നത്. പക്ഷേ അതിന് മുമ്പ് വെസ്റ്റ് ഇൻഡീസും സൗത്ത് ആഫ്രിക്കയും കൂടെ ഉള്ള കളി 3 മണിക്ക് തുടങ്ങുകയാണ്. അതിൻ്റെ റിസൾട്ടിനനുസരിച്ചിരിക്കും ഇന്ത്യയുടെ എല്ലാം. അടുത്ത കളി ഇന്ത്യ ജയിച്ചാലും എന്തായാലും. ഇന്നെങ്ങാനും വെസ്റ്റ് ഇൻഡീസ് സൗത്ത് ആഫ്രിക്ക മറിച്ചാൽ പിന്നെ ഇന്ത്യക്കുള്ളൊരു മെച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൈറ്റ് കയറുമൊന്നും വേണ്ടല്ലോ. വല്ല ബസ്സോ ട്രെയിനോ എന്തെങ്കിലുമൊക്കെ എടുത്ത് പോകാനുള്ളതേ ഉള്ളൂ. അതാണ് അവസ്ഥ. പിന്നെ ഇന്ന് രണ്ട് ടീമും സൗത്ത് ആഫ്രിക്ക ആണെങ്കിലും വെസ്റ്റ് ഇൻഡീസ് ആണെങ്കിലും ഈക്വലാണ്. ആര് ജയിക്കുമെന്ന് നമുക്ക് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും പറ്റില്ല. എന്തായാലും നല്ലൊരു കളി കാണാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്, അത് മാത്രമേ ഉള്ളൂ. ഇന്ത്യയുടേതാണെങ്കിൽ ആസ് യൂഷ്വൽ 7 മണി ഇന്ത്യൻ ടൈം 7 മണിക്ക് കളി തുടങ്ങുന്നു. മുൻതൂക്കം എത്ര നോക്കിയാലും മുൻതൂക്കം ഇന്ത്യക്ക് തന്നെയാണ്. സിംബാബ്വെ വിൻ ചെയ്യാനുള്ളൊരു ചാൻസ് കുറവാണ്. എന്നിരുന്നാലും ഇന്ത്യയുടെ ഇപ്പോഴത്തെ ബാറ്റിംഗ് ലൈനപ്പും ഫോം ഔട്ടും ഓഫ് കോഴ്സ് പിന്നെ അഹങ്കാരവും എല്ലാം കൂടെ ആകുമ്പോഴേക്കും കണ്ടറിയണം എന്താകും എന്നുള്ളത്. പിന്നെ എല്ലാവരും പറയുന്ന പോലെ ഇന്ന് ടീം 11 എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്നുള്ളത് ആ സമയത്താണ് നമുക്കറിയാൻ പറ്റുക. സഞ്ജു മെയിൻ കീപ്പർ ബാറ്റ്സ്മാനായിട്ട് സഞ്ജു ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ചിലപ്പം സഞ്ജുവിനെ ഓപ്പണിംഗ് അല്ലാതെ ഫിനിഷർ റോളിലേക്ക് ഇറക്കുമെന്നും പറയാൻ പറ്റില്ല. എന്താണേലും കാത്തിരുന്ന് കാണാം.